സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ബർണ്ണബാസ് ഇച്ഛിച്ചു. പൗലോസ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 15-36-37 വാക്യങ്ങൾ. പ്രവൃത്തികൾ 15 യോഹന്നാൻ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവരെ ബർണ്ണബാസും അപ്പോസ്തലനായ പൗലോസും മിഷണറിമാരായി ഒരുമിച്ച് സേവനമനുഷ്ഠിച്ചെന്ന് നാം വായിക്കുന്നു. പൗലോസ് എതിർത്തതിന് കാരണം മർക്കോസ് മുമ്പേ പംഫൂലിയിൽ നിന്ന് അവരെ വിട്ടുപോയി എന്നതായിരുന്നു. മർക്കോസ് തൽഫലമായി പൗലോസും ബർണ്ണബാസും വേർപിരിഞ്ഞു. പൗലോസിന് ശീലാസിനെയും ബർണ്ണബാസ് മർക്കോസിനെയും കൂട്ടി. മർക്കോസിന് രണ്ടാം അവസരം നൽകാൻ ബർണ്ണബാസ് തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഒരു മിഷണറിയായി സേവിക്കാനും വിജയിക്കാനുള്ള മർക്കോസിന് കഴിവിന് കാരണമായി. അവൻ മർക്കോസിന് സുവിശേഷം എഴുതുകയും തടവിലായിരുന്നപ്പോൾ പൗലോസിന് ആശ്വാസം നൽകുകയും ചെയ്തു. 2 തീമോഥെയോസ് 4-ാം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിൽ പലർക്കും തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരാളെ ചൂണ്ടിക്കാണിപ്പാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി അതുപോലെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനുമാകും. ആരാണ് നിങ്ങളെ വിശ്വസിക്കുകയും വിജയിപ്പാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്തത്? നിങ്ങളെ പ്രോത്സാഹിപ്പാൻ ആ വ്യക്തി എന്താണ് ചെയ്തത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എന്നോടൊപ്പം നടക്കുന്നതിനും എന്നെ ഇന്നത്തെ ആളാക്കുവാൻ സഹായിച്ച ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയ നന്ദി. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.